ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഡെസർട്ട് സഫാരി. ഞങ്ങൾ ദുബായിൽ പോയപ്പോൾ അപ്പോൾ അവിടെ ഒന്ന് കറങ്ങാനായിട്ട് പോയതാണ്. അപ്പോൾ ആ കൂട്ടത്തിലുള്ളതാണ് ഈ ഡെസർട്ട് സഫാരി. ഡെസർട്ട് സഫാരി എന്ന് പറയുമ്പോൾ അതിൻ്റെ ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇവരുടെ വണ്ടി നമ്മുടെ വീട്ടുമുറ്റത്ത് വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വരും. അത് കഴിഞ്ഞ് നമ്മളെ കയറ്റിക്കൊണ്ട് ഡെസർട്ട് സഫാരിക്ക് പോകും. അതിൻ്റെ വണ്ടിയൊക്കെയാണ് ഈ വന്ന് കിടക്കുന്നത്. ആദ്യം ചെല്ലുന്ന സ്ഥലത്തിന്റെ പേരെന്തുമായിരിക്കും അന്നേരം? ഡെസർട്ട് ആദ്യം പോകുന്നത് അൽക്കദിന. അൽക്കത്തീമിന്ന് അൽക്കദിനേക്ക് നമ്മൾ ഡെസർട്ട് വഴിയാണ് പോകും. അൽക്കത്തീമിലാണ് ആദ്യം പോകുന്നത്. പരിപാടിയുടെ ഓർഡറൊക്കെ എന്തുവാ? ഓർഡർ ഫസ്റ്റ് നമ്മൾ മീറ്റിംഗ് പോയിന്റിലെത്തും. അപ്പൊ നമ്മളൊപ്പം ഒരുപാട് വണ്ടികൾ ഉണ്ടാവും ശരിക്കും. പക്ഷെ ആ വണ്ടിയൊക്കെ നമ്മൾ ലേറ്റ് ആയിട്ട് പോകും. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഈ ഡെസർട്ട് സഫാരിയുടെ ഒരു ഓർഡർ എന്തൊക്കെയാണെന്ന് പുള്ളിയോട് ചോദിച്ചപ്പോഴും പുള്ളി പറഞ്ഞ്, ആദ്യം നമ്മൾ ഡെസർട്ട് സഫാരി, ഡെസർട്ടിൽ കൂടെ ഈ വണ്ടി ഓടിച്ചിട്ട് പോവുക. ഒരു റോഡും ഇല്ല, അതിൽ കൂടെ അങ്ങ് പോവുക. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമുക്ക് ഒരു കാമൽ ഫാം വിസിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കാമലിൻ്റെ പുറത്ത് കയറിയിരുന്ന് കാമൽ സഫാരി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിലെത്തുന്നു. ക്യാമ്പിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ്. അവിടെ നമുക്ക് ഈ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അറബിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫാൽക്കനെയൊക്കെ കയ്യിൽ തരും. ജീവനുള്ള ഫാൽക്കനെയൊക്കെ കയ്യിൽ തന്നിട്ട് ഒരു അറബിയായിട്ടൊക്കെ ഫോട്ടോ എടുക്കാം. അറബിയെ പോലെ നിന്ന് ഫോട്ടോ എടുക്കാം. അത് കഴിഞ്ഞ് നല്ല പോഷ് ഭക്ഷണം, നോൺ വെജിറ്റേറിയൻ വളരെ പോഷാണ്, വെജിറ്റേറിയൻ അത്രയും പോഷല്ല, എങ്കിലും നമുക്ക് തിന്നാം. അതുപോലെ തന്നെ പിന്നെ 2 തരം ഡാൻസ് ഉണ്ട്. ഒന്ന് തനൂറ ഡാൻസും പിന്നെ ബെല്ലി ഡാൻസും. ഇത്രയൊക്കെയാണ് അവിടുത്തെ പ്രോഗ്രാമുകൾ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളെ തിരിച്ച് അവർ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അതാണ് ഡെസർട്ട് സഫാരിയുടെ ഒരു ഓർഡർ. അടുത്തത് നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ ഡെസർട്ട് സഫാരിക്ക് അതിൻ്റെ അകത്ത് നമ്മൾ മരുഭൂമിയിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇവർ ഈ വണ്ടിയുടെ എല്ലാം കാറ്റഴിച്ചു വിടുന്നതാണ്. അപ്പോൾ എന്തോ അതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ മറിയാൻ സാധ്യത കുറവായിരിക്കും എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഈ മലയിലൊക്കെ ഇതെങ്ങനെ ഓടിച്ചങ്ങ് കയറ്റുകയാണ്, മണ്ണുമലയിലോട്ട് ഓടിച്ച് കയറ്റുകയാണ്. റോഡിൽ കൂടെ അല്ല ഈ പോകുന്നത്. എന്നിട്ട് വേണം നമ്മുടെ ഡെസർട്ട് സഫാരി തുടങ്ങാനായിട്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ്, അതിൻ്റെ 2 സൈഡിലും കാണുന്നതാണ് മരുഭൂമി. ഈ മരുഭൂമിയിൽ മണ്ണിങ്ങനെ കൂടി നല്ല മല പോലെ കാണാം. അതുപോലെ തന്നെ ഗർത്തങ്ങൾ, അഗാധ ഗർത്തങ്ങളുമൊക്കെ കാണാം. ഈ മണ്ണിൻ്റെ പരിപാടിയാണ്, അല്ലാതെ കല്ലും പാറയൊന്നുമില്ല. അപ്പോൾ ഇതിലെ കൂടെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഡെസർട്ട് സഫാരിയുടെ വണ്ടികൾ യാത്ര ചെയ്തതായിട്ടൊക്കെ കാണാം. ഈ മലയുടെ മുകളിലോട്ടൊക്കെ ഇവർ ഓടിച്ച് കയറ്റും. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഈ പോകുന്നത് എടുക്കണം, എന്നാലേ ഇത് വീഡിയോ ശരിക്കും കിട്ടും. വേറെ സ്ഥലത്തേക്ക് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഫ്രണ്ടിൽ പോകുന്ന എടുക്കുന്നതാണ് ഇതിന്റെ വ്യൂ കിട്ടുന്നത് കേട്ടോ. റോഡെന്ന് പറയുന്ന സംഭവം ഇല്ല. നമ്മള്
അതിൻ്റെ ഫാമാണ്, ഒട്ടകത്തിൻ്റെ ഫാം. വെയില് തണലെന്ന് പറയുന്ന ഒരു സംഭവമില്ല, വെയില് മാത്രം. ഈ മരുഭൂമിയിൽ അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ ഇച്ചിരി പുല്ലൊക്കെ പിടിച്ചു, പുല്ലല്ല, ഇതായിരിക്കും മരുപ്പച്ച എന്നൊക്കെ പറയുന്നത്. ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നതൊക്കെ നമ്മുടെ ഡെസർട്ട് സഫാരിയുടെ ആ ടിക്കറ്റിൽ ഉൾപ്പെടുത്തിയ നമുക്ക് വേണേലും കയറാം. പക്ഷേ ഉരുണ്ട് വീണാലോ എന്നുള്ള പേടി കാരണം ഞാൻ കയറുന്നില്ല. എല്ലാവരും വലിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ. ഇൻക്ലൂഡഡ് ആണ്, അതിന് പ്രത്യേകം ചാർജ് ഒന്നും കൊടുക്കും. അധികം ആളൊന്നും കാണാൻ സാധ്യതയില്ല. ഈ വണ്ടിയിൽ വന്ന ഇത്രയും വണ്ടിയിൽ വന്ന ആളുകളെ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി കാണാൻ പോകുന്ന പരിപാടി എല്ലാം ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. എല്ലാം എന്തോ പുല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഷെഡുകളാണ്. അപ്പോൾ അതിലാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഡിന്നറും എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ അറ്റ്മോസ്ഫിയർ. ഇതിൽ ഈ അറബി സ്റ്റൈലിലുള്ള ഇരിപ്പൊക്കെയാണ് കേട്ടോ. തറയിലാണ് ഇവർ ഇരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളും ഇരിക്കണം. ഇനി ഇരുന്ന് കഴിഞ്ഞിട്ട് വലിച്ചു പൊക്കേണ്ടി വരും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ചന്ദനൊക്കെ ഇട്ട് ഇത് ഫാൽക്കൺ അല്ലേ? ഫോട്ടോ എടുത്തു. ആ പറഞ്ഞു എന്തെങ്കിലും. കണ്ണടച്ച് വെക്കണ കണ്ണട വെച്ചില്ലെങ്കിൽ അത് പറഞ്ഞു പോകും.
ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കാൻ ഇങ്ങനെ സെറ്റപ്പ് റെഡിയാക്കിയിരിക്കുക. ഈ ഡാൻസിന് പേര് വല്ലതും ഉണ്ടോ? തന്നൂറ ഡാൻസ്. ഈ ഡാൻസിന് ഒരു തനൂറ ഡാൻസ് എന്നാണ് ചോദിച്ചിട്ട് പേര് പറഞ്ഞത്. ഇനി മെയിൻ ആർട്ടിസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞ് അത് കഴിഞ്ഞ് കണ്ണി കണ്ടവരെയൊക്കെ വിളിച്ച് ഡാൻസ് ചെയ്യിക്കുക. അപ്പൊ അവരെല്ലാം ഇതുപോലെ കറങ്ങി കാണിക്കും. അത് ഒരു ആസ്വദിക്കുക, അത്രയുള്ള, അല്ലാതെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കലയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ബാർബിക്യൂ ഡിന്നർ ഈസ് റെഡി, സെൽഫ് സർവീസ്. ഡെസേർട്ട് സ്വീറ്റ്സ്, ജ്യൂസ്, ചിക്കൻ ബാർബിക്യൂ, ബീഫ് ലാം, ഇതെന്ത് കറി? പരിപ്പ് കറി, ചിക്കൻ, ബീഫ്, പാസ്ത, ഫിംഗർ ചിപ്സ്, സാലഡ്സ്, കുബൂസ്. ഈ ഐറ്റംസ് വെജിറ്റേറിയൻസ് കുറവാണ്. എന്തോ ഒരു റൈസുണ്ട്, പിന്നെ കുബൂസുണ്ട്, പരിപ്പിൻ്റെ എന്തോ ഒരു കറിയുണ്ട്, ബാക്കി സാലാഡും ഒക്കെ. ബാക്കി നോൺ വെജിറ്റേറിയൻസ് ഇഷ്ടം പോലെ വേണ്ടിയ ഐറ്റംസ് ഇഷ്ടം പോലെയുണ്ട്. എല്ലാവരും താഴെ ഇരുന്ന നമ്മുടെ അറബി സ്റ്റൈലിലുള്ള ഭക്ഷണമാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. നോക്കി താഴെ തലേണിയിട്ട് താഴെയാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാൻസിന് അവർ പറഞ്ഞ പേര് ബെല്ലി ഡാൻസ് എന്നാണ്. അപ്പോൾ അത് ഡാൻസ് ഒരു 7-8 മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കണ്ണി കണ്ടവരെയൊക്കെ വിളിക്കും. അവരും ഒക്കെ കയറി ഡാൻസ്, അപ്പൂപ്പന്മാർ വരെ കയറി ഡാൻസ് ഒന്നും അറിയത്തില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഡെസേർട്ട് സഫാരിയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഇവിടെ വളരെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.